ഇതിലൊന്നുമില്ലല്ലോ കിണ്ടി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ മറ്റേ പരിപാടി മതി. അതാകുമ്പോൾ പെട്ടെന്ന് പൈസയും കിട്ടും. ഹാർബറിൽ സാധനം കിട്ടാണ്ട് അത് ഓര് പറഞ്ഞ സ്പോട്ടിൽ എത്തിച്ചു കൊടുത്താൽ മതി. അതാകുമ്പോൾ കോശിക്ക് സാധനം കിട്ടും. എടാ നടക്കൂല. എടാ ഇങ്ങനെയൊക്കെ നടന്നാലേ പെട്ടെന്ന് പൈസ കിട്ടുള്ളൂ. വാ ഒപ്പം നിന്നാ മതി. മകനെ മകനെ അരുമ മകനെ തുറയിലടിഞ്ഞൊരു പരലേ ആഴി നനവിനു പിടയുകയോ ഈരുളഴി മുഖവഴികളിൽ നീ അന്തി നിഴലെവിടെയോ വിട്ടു. നമുക്ക് പരിപാടി വേണ്ട. എന്താ അത് ഓക്കെ. ഉമ്മ കടിക്കാനുള്ള സാധനം ഇതടിച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. നീ സാധനം ഒന്ന് ഒരു പറഞ്ഞോട്ട് കൊണ്ടു കൊടുക്കുക. നമ്മളിപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തീരും. എടാ ഞാൻ എന്തായാലും ഈ പരിപാടിക്ക് ഇല്ല. പിന്നെ വേറെ എന്ത് പരിപാടി ഉള്ളത്? ഇതന്നെ നടക്കുള്ളൂ. എടാ ഇങ്ങനെയൊക്കെ നടന്നാലേ പെട്ടെന്ന് പൈസ കിട്ടുള്ളൂ. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ലഹരി ഉപയോഗം. ഈ ഒരു ലഹരി വിമുക്ത ദിനത്തോടനുബന്ധിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ ദൈനംദിനം കാണുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. ഒരുപാട് അമ്മമാരുടെ കണ്ണുനീര്, അതുപോലെ തകർന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു ധാരണയെന്ന് പറഞ്ഞാൽ ഇത് ഒരു ലഹരി ഉപയോഗത്തിന് ഒരു പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ജാമ്യമെടുത്ത് പോകാം എന്നുള്ള ഒരു കേവലമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇന്നത്തെ കുട്ടികളും അതുപോലെ ചെറുപ്പക്കാരും ഇതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ നമ്മളുടെ NDPS ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഇതിൽ എത്രത്തോളം ശക്തമായിട്ടുള്ളൊരു ആക്റ്റാണെന്ന് ഇങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ലഹരി ഉപയോഗിക്കുക, കൈവശം വെക്കുക, അതുപോലെ വിൽപ്പന നടത്തുക എന്നുള്ളത് അതീവ ഗുരുതരമായ ജാമ്യം ലഭിക്കാത്ത ഒരു കുറ്റമാണെന്ന് ആൾക്കാർ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തോ സ്കൂൾ പരിസരങ്ങളിലോ സമീപത്തുള്ള പ്രദേശങ്ങളിലോ ലഹരി ഉപയോഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായും കേരള പോലീസിനെ അറിയിക്കാവുന്നതാണ്. ഇതിനുവേണ്ടി നമ്മൾ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടുള്ള ടോൾ ഫ്രീ നമ്പറിലോ വിളിക്കുകയോ അതോ വാട്സാപ്പ് വഴിയോ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നിയമത്തിന് അതീതമായി ആരും വളരില്ല. ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കാം. സുരക്ഷിതമായ ഒരു നല്ല നാളേക്കായി നമുക്ക് ഒന്നിച്ച് കൈമാറാം.